ഗൾഫ് രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് ഇറാനിയൻ ആസ്തികൾ അമേരിക്ക ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണോ എന്ന ചോദ്യം ഉയരുന്നു. മധ്യപൂർവേഷ്യൻ നിയന്ത്രണത്തിൽ പുതിയ പിരിമുറുക്കങ്ങൾ ഒരുങ്ങുകയാണ്. അതേപോലെ തന്നെ മധ്യപൂർവേഷ്യയിൽ വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ഇപ്പോൾ മേഖലയിൽ പുതിയ നയതന്ത്ര സാമ്പത്തിക ഒരു വിവാദത്തിന് വഴിവെക്കുന്ന തരത്തിലുള്ള നീക്കവുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാനിയൻ ആക്രമണങ്ങളിൽ നാശനഷ്ടം നേരിട്ട ഗൾഫ് സഖ്യകക്ഷികളുടെ പുനർനിർമ്മാണത്തിനും നഷ്ടപരിഹാരത്തിനുമായി തന്നെ ഇറാന്റെ വിദേശ ആസ്തികൾ ഉപയോഗിക്കുന്ന കാര്യം അമേരിക്കൻ ഭരണകൂടം ഗൗരവകരമായി തന്നെ പരിഗണിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് വെസിന്റ് ആകട്ടെ ഇതിനായി തന്നെ പ്രത്യേക പഠനം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ ആക്രമണങ്ങളിലൂടെ തന്നെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ സാമ്പത്തിക മൂല്യം കണക്കാക്കുകയും അതിനുള്ള നഷ്ടപരിഹാരമായി തന്നെ ഇറാന്റെ വിദേശ ആസ്തികൾ ഉപയോഗിക്കാൻ നിയമപരമായ സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കുകയുമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ഇത് സാധാരണ പുനർനിർമ്മാണ പദ്ധതിയേക്കാൾ ഏറെ മുന്നോട്ട് പോകുന്ന നിർദ്ദേശമാണ്. ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് മാത്രമല്ല, ഇതിനകം സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് പോലും ഇറാന്റെ ആസ്തികൾ ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപരിഹാരം നൽകാൻ കഴിയുമെന്ന രീതിയിലാണ് അമേരിക്ക ഇക്കാര്യങ്ങൾ ആലോചന നടത്തുന്നത്. ഏതൊക്കെ ഇറാനിയൻ ആസ്തികളാണ് പരിഗണനയിലുള്ളതെന്നതാണ് ഇതുവരെയും വ്യക്തമാകാത്തത്. നിലവിൽ അമേരിക്ക മരവിപ്പിച്ചിരിക്കുന്ന ബില്യൺ കണക്കിന് ഡോളർ മൂല്യമുള്ള ആസ്തികൾ മാത്രമല്ല, മറ്റ് വിദേശ നിക്ഷേപങ്ങളും സാമ്പത്തിക വിഭവങ്ങളും പരിഗണനയിലുണ്ട് എന്നതാണ് സൂചന. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സമയം അതീവ നിർണായകമാണ്. കുവൈറ്റിനും ബഹ്റിനുമെതിരെ ഇറാൻ നടത്തിയതായി പറയപ്പെടുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ ഒരു നീക്കം പുറത്തു വന്നിരിക്കുന്നത്. മേഖലയിൽ നിലവിലുള്ള വെടിനിർത്തൽ കരാർ തന്നെ ദുർബലമായ സാഹചര്യത്തിൽ പുതിയ നിയമം കൂടുതൽ സംഘർഷത്തിന് കാരണമായേക്കുമെന്നും ആശങ്കകൾ ഉയരുന്നുണ്ട്. ഇതിനിടെ തന്നെ അമേരിക്കയുമായുള്ള ഏതൊരു വിശാലമായ സമാധാന കരാറിന്റെയും ഭാഗമായി വിദേശത്ത് മരവിപ്പിക്കുന്ന തങ്ങളുടെ ഫണ്ടുകളിലേക്ക് പ്രവേശനം നൽകണമെന്നും ഇറാൻ ആവർത്തിച്ച് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തന്നെ ഉപരോധങ്ങളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും അതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ബില്യൺ കണക്കിന് ഡോളർ തിരികെ ലഭിക്കണമെന്നതാണ് ടെഹ്റാന്റെ മറ്റൊരു ആവശ്യം ആയി ഉയരുന്നത്. എന്നാൽ അതേസമയം ഈ ഫണ്ടുകൾ ഗൾഫ് രാജ്യങ്ങളുടെ നഷ്ടപരിഹാരത്തിനായി തന്നെ ഉപയോഗിക്കുമെന്ന അമേരിക്കൻ ചിന്ത തന്നെ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. സമാധാന കരാറിലേക്കുള്ള വഴിയിലെ ഏറ്റവും വലിയ തടസ്സമായി ഇത് മാറാൻ സാധ്യതയുണ്ട് എന്നതാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതനുസരിച്ച് ഇത് സാമ്പത്തിക തീരുമാനം എന്നതിലുപരിയായി തന്നെ ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് ഇവിടെ നൽകുന്നത്. ഗൾഫ് സഖ്യകക്ഷികളുടെ സുരക്ഷയ്ക്ക് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകുമെന്നും അവരുടെ നഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുക്കേണ്ടി വരുമെന്നുമുള്ള സന്ദേശമാണ് ഇപ്പോൾ വാഷിംഗ്ടൺ നൽകുന്നത്. അതേസമയം ഇറാൻ ഈ നിർദ്ദേശത്തെ ശക്തമായി തന്നെ എതിർക്കുമെന്നതാണ് സൂചന. സ്വന്തം ആസ്തികൾ പിടിച്ചെടുക്കുകയോ മറ്റു രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കുകയോ ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കർശനമായ ലംഘനമാണ് എന്ന നിലപാടാണ് ഇവിടെ ടെഹ്റാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് പോകുമോ, അതോ ഇറാനിയൻ ആസ്തികളെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ തർക്കം പശ്ചിമേഷ്യയെ വീണ്ടും പഴയ സങ്കീർണ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഘർഷ ഘട്ടത്തിലേക്ക് നയിക്കുമോ എന്നതും ഒരു ചോദ്യമായി ഉയരുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന നിർണായക ഘട്ടത്തിലൂടെയാണ് മധ്യപൂർവേഷ്യൻ കടന്നു പോകുന്നതെന്ന് കഴിഞ്ഞയാഴ്ച ഉണ്ടായ ശരിക്കും അവിടെ വലിയ രീതിയിൽ റഡാർ സൗകര്യങ്ങൾ പോലും അവിടെ വലിയ ആക്രമണത്തിന് ഇരയായ സംഭവത്തിൽ നിന്നും വ്യക്തമാവുകയാണ്. തന്ത്രപരമായ ജലപാതയിലെ സമുദ്ര ഗതാഗതത്തിന് ഭീഷണിയായി തന്നെ കണക്കാക്കി ഇറാനിയൻ ഡ്രോണുകൾ തടഞ്ഞതിനെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നതാണ് സെൻട്രൽ കമാൻഡ് അറിയിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.